എൻ്റെ പേര് സെലിൻ രാജു. ഞാൻ പച്ചടി ഇടവകയിൽ വരുന്നു. ഞാനിവിടെ സത്യത്തിൽ വന്നത് ചേച്ചി എന്നോട് പറഞ്ഞു, സെലിനെ കുര്യാക്കോസ് ബ്രദർ പറഞ്ഞു വിഭാഗപ്രായം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, സെലിനൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ബ്രദറിനെ വിളിച്ചു. എന്നോട് ചോദിച്ചു എന്നാ കാര്യം. ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് കല്യാണം ഇത്ര പ്രായമൊക്കെ ഉണ്ട്, നാളെ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ ബ്രദർ എന്നോട് പറഞ്ഞു ഒന്നൊരു ധ്യാനം കൂടാൻ. അപ്പം ഞാൻ ഈ ചേച്ചി വെച്ച് എന്നാ പറഞ്ഞു ബ്രദർ. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, അങ്ങനെ ധ്യാനം കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ധ്യാനം കൂടാൻ വരും, എനിക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം ചേച്ചി പറഞ്ഞു വാ സെല്ലിനെ നമുക്കിത് പോയി പിന്നെ കൂടാം. അപ്പം സെല്ലിൻ്റെ കാര്യമെല്ലാം നടക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു രാജാനോടൊന്ന് ചോദിക്കട്ടെ, എന്നെ വിളിക്കുന്ന ആൾക്കറിയാമെന്ന് പറഞ്ഞു. എന്നാലും ചോദിച്ചു പുള്ളിക്കാരൻ പോകണം പറഞ്ഞു. ഞാനിവിടെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്കൊരു വീട്, എൻ്റെ 2 ആമക്കളുണ്ട്, അവർക്ക് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. ജോലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കല്യാണം വരുന്നൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല, നടക്കുന്നുമില്ല. ഞാൻ ആ വേദനയോടെ ഭയങ്കര ഭാരമാണ് ഞാൻ ഇവിടെ വന്ന്. സത്യത്തിൽ എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അത് മാത്രമാണ് പ്രാർത്ഥിച്ച് എൻ്റെ മക്കളുടെ കല്യാണം നടക്കണേന്ന് ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ എന്നും സ്ഥിരം ബൈബിൾ വായിക്കും. പക്ഷെ ഇവിടെ വന്ന ബ്രദർമാര് ഓരോ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവമേ ഞാൻ ഇതെല്ലാം വായിച്ചു പോയ ഭാഗം, പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ബൈബിൾ വായിക്കുന്നുണ്ട്, ചുമ്മാ പോവാണ് ബൈബിൾ വായിച്ച് ആ അധ്യായം തീർത്ത് പോകുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ ബ്രദർമാർ പറയുമ്പോൾ ഞാൻ അവർക്ക് ദൈവമേ അതൊക്കെ ഞാൻ വായിച്ചു, പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരിത് എനിക്ക്. അതാണ് ഇവിടെ വന്നതിൽ ഏറ്റവും ഇത്. ബൈബിളിന്റെ ഓരോ ഭാഗം വായിക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റി. അതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ദൈവത്തോട് പറയാം, ദൈവം എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് കാണണേന്ന്. പക്ഷെ എനിക്ക് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനാണ് ഞാൻ ഭയങ്കര അടുക്കാറ്. ദൈവം എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് ദർശിക്കാനും. പക്ഷെ എനിക്ക് അത് കഴിയുമ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായി ശരീരം പോലെ തന്നെ തീനാളമാണ് ഞാൻ കാണുന്നത്. അപ്പോഴും ഞാൻ അവിടെ ദൈവം ഇത് തീനാളാണല്ലോ കാണുന്നത്. പക്ഷെ ഇതിന് മുമ്പ് പ്രാർത്ഥിച്ച് പാട്ട് പാടിയപ്പോഴാണ് അപ്പസ്തോലന്മാർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാളുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നത്. എനിക്ക് അന്നേരം ഉണ്ടായ അനുഭവം എനിക്ക് പറയാൻ പറ്റില്ല. അത്ര ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദർശനം. എനിക്ക് അതിൽ കൂടെ വന്നപ്പോൾ കിട്ടി. അതുപോലെ എൻ്റെ കാലിന് വേദന ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വേദനയാണ്. അതെനിക്ക് ഇവിടെ നിന്ന് സുഖപ്പെടുത്തി. എനിക്ക് തോന്നും ഇപ്പം മക്കളുടെ കല്യാണത്തെ കുറിച്ചോ വീടിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ വിശ്വാസത്തിലേക്കൊന്ന് വരണം. ഞാൻ ഒന്നാമത്തെ യോഗമായിട്ട് വെച്ചതോ അത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്, 3 മക്കളും ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ കിട്ടണം, ദൈവത്തിന്റെ കൃപ കിട്ടണം.